ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ. കുഞ്ഞുങ്ങളെ, സുഖമാണോ? പ്രൈസ് ദി ലോർഡ്. നന്നായി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ. അതേപോലെ സഹോദരങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലിയപ്പോൾ ദൈവമേ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, നോമ്പിലെ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് കുരിശിൻ്റെ വഴിക്ക് എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ചെല്ലണം കേട്ടോ. ഹല്ലേലൂയ. ഇന്നൊരു സാക്ഷ്യം വായിക്കാം. എൻ്റെ പേര് അമൃത. ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമായിട്ട് 3 മാസമായിട്ടുള്ളൂ കേട്ടോ. ഞാനൊരു ഹിന്ദു കുട്ടിയാണ്. എനിക്ക് 31 വയസ്സായി. PG വരെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാനഡയിലാണ്. ഈ കത്ത് നാട്ടിലുള്ള എൻ്റെ അമ്മയെ കൊണ്ടാണ് എഴുതിപ്പിക്കുന്നത്. കാരണം അച്ഛനെ എൻ്റെ സാക്ഷ്യം വായിക്കണമെന്നുള്ളത് കൊണ്ട് എൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ കിട്ടുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്തതാണ്. കഴിഞ്ഞ 3 മാസമായി എനിക്കുണ്ടായ ഒരുപാട് നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. എനിക്ക് വിവാഹം കഴിഞ്ഞതാണ്. എൻ്റേതല്ലാത്ത കാര്യത്തിൽ കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അതുപോലെ കാനഡയിൽ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. ദൈവത്തിലുണ്ടായ എൻ്റെ വിശ്വാസങ്ങൾ അതോടുകൂടി നഷ്ടപ്പെട്ടു. ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് വരെ വിചാരിച്ചു. ആ സമയത്ത് എൻ്റെ നാട്ടിലൊരു ഫ്രണ്ടാണ്, പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ ഒരു വീഡിയോ എനിക്ക് കാണാനും ജോലി തടസ്സമാടാനുള്ള 302ാമത്തെ എപ്പിസോഡ് അയച്ചു തന്നു. ആദ്യമൊക്കെ ദൈവത്തോട് എനിക്ക് ഒരു താല്പര്യമില്ല, ഒരു പിണക്കം പോലെ ആയതുകൊണ്ട് ഞാൻ കണ്ടില്ല. പിന്നീടും വീണ്ടും ആ സഹോദരൻ എന്നോട് ആ വീഡിയോയെ പറ്റി കണ്ടു എന്ന് ചോദിക്കുക, ഒരു പ്രാവശ്യങ്ങളൊന്ന് കണ്ടു നോക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആ വീഡിയോ കണ്ടു. ആ ദിവസം തന്നെ അച്ഛൻ്റെ പല ടോക്കുകൾ കണ്ടു. നോക്കിയ ദൈവാത്മാവ് പ്രവർത്തിക്കുന്ന വിധം നോക്കിയേ. യൂട്യൂബ് വഴിയാണ് കണ്ടത്. പിന്നീട് അതൊരു ശീലമായിട്ട് മാറി. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അച്ഛൻ്റെ ടോക്ക് വെച്ച് പ്രാർത്ഥിക്കും. അച്ഛൻ വചനം പറയുമ്പോൾ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. ജീവിതത്തിൽ ആകെ തകർന്നിരുന്നെങ്കിൽ എനിക്ക് വലിയ ആശ്വാസം കിട്ടാൻ വേണ്ടി തുടങ്ങി. ആ സമയത്ത് ഒരു ജോലിയായിരുന്നു എൻ്റെ ആവശ്യം. 9 ദിവസത്തെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. 8ാമത്തെ ദിവസമായപ്പോൾ ഞാൻ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ഇതുവരെ ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വന്നില്ലല്ലോ എന്ന്. 9ാം ദിവസമായപ്പോൾ എൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് 9ാമത്തെ ദിവസം തന്നെ എനിക്ക് അമേരിക്കയിലെ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് കമ്പനിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു. കൃത്യം 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സെലക്ടറായി ജോലി കിട്ടുകയും ചെയ്തു. മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമായ എന്നുള്ള വചനങ്ങൾ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ഈശോ എന്നെ കൈവിടാതെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സാക്ഷി എഴുതി അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കിയാൽ ജാതിയോ മതമോ ഒന്നും നോക്കരുത്. നിങ്ങൾക്ക് വീഡിയോ എത്ര പേർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ അയച്ചു കൊടുക്കും. അവർ സ്വീകരിച്ചിരുമ്പോൾ നോക്കി ഈ വ്യക്തിയാണെന്ന് നോക്കി, അത് സ്വീകരിച്ചില്ല. പക്ഷേ എന്ത് സംഭവിച്ചോ, എന്തെന്ന് ഒന്നുകൂടെ പറയാം, ഒന്ന് കണ്ടു നോക്കുന്നത്, ചുമ്മാ വേറെ മുടക്കൊന്നും ഇല്ലല്ലോ. ഒരു അവൻ നോക്കി ദൈവമാണ് കേട്ടോ. അപ്പോൾ നോക്കി ദൈവാത്മാവ് പ്രവർത്തിച്ച് നോക്കിയാൽ കുടുംബ അനുഗ്രഹം പ്രാപിച്ചില്ലേ അല്ലേ? ദൈവത്തെ അറിയാൻ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ച് അറിയാൻ ഇടവന്ന് എന്തുമാത്രം കാര്യങ്ങൾ നടന്നു. ഒരു ജീവിതം കൈപിടിച്ച് ഉയർത്തിയില്ല. അപ്പം നമ്മൾ ചെറിയ ഇന്നലത്തെ ടോക്ക് കേട്ടായിരുന്നോ? നിസ്സാര കാര്യമാണെങ്കിൽ പോലും അത് ചെറിയൊരു സുവിശേഷ കുഞ്ഞാലും നമ്മളെ ഒഴിവാക്കരുത് കേട്ടോ. ഹല്ലേലൂയ. ഇന്നെന്തായാലും അങ്ങനെയൊക്കെയുള്ളവർക്ക് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് അസൂയ ഒഴിവാകാൻ ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലുമൊക്കെ ഈ അസൂയ എന്ന് പറയുന്നത് ഇതില്ലാന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരുപാട് വളർച്ചയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രയാസം പോലെ, ഒരു ചെറിയ കമ്പാരിസൺ അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ആരെക്കുറിച്ചാണ് അസൂയപ്പെടുന്നത്, അവർക്കൊരു വിഷമമുണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെയൊക്കെയുള്ള പല അവസ്ഥകൾ നമ്മുടെ എനിക്കില്ലല്ലോ എന്നുള്ള ചില ചിന്തകൾ, അങ്ങനെയൊക്കെ പലവിധ കാരണങ്ങൾ കൊണ്ട് അസൂയ വരാം. പിന്നെ നഷ്ടബോധം കൊണ്ട് വരാം. പല കാരണം കൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ, എന്തൊക്കെയാണ് ഇതിന് പൊതുവായിട്ടൊരു മരുന്നുള്ളതെന്ന് വെച്ചാൽ യോഹന്നാൻ 3:27 ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 3:27 വചനം എങ്ങനെയാണ്? യോഹന്നാൻ പ്രതിവചിച്ചു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ യോഹന്നാൻ്റെ അടുത്ത് സ്നാപയോഹന്നാനാണ്. പിന്നെ ചില ആൾക്കാർ എന്നിട്ട് പറയുകയാണ്, അതെ നിന്നേക്കാൾ കൂടുതൽ ആൾക്കാർ യേശു സ്നാനപ്പെടുത്തുന്നുണ്ട്. അപ്പോഴൊക്കെ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഡയലോഗുകളൊക്കെ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് വേണം അസൂയയുടെ ചിന്തകൾ വരാം, പലതരത്തിലുള്ള ചിന്തകൾ വരാം അല്ലേ? പക്ഷേ യോഹന്നാൻ, സ്നാപയോഹന്നാൻ എത്രയോ സ്ത്രീകൾ ജനിച്ചത് യോഹന്നാനേക്കാൾ വനിയുമില്ലെന്ന് ഈശോ വെളിപ്പെടുത്തില്ല. സ്നാപയോഹന്നാൻ്റെ ചിന്ത പോർക്ക് നോക്കിയേ, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം സ്വർഗത്തിൽ നിന്ന് അനുവദിക്കാതെ ഒരു കാര്യം പോലും ഈ ഭൂമി നടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നു, നമ്മളോട് കുറച്ച് നടക്കുന്നു, നമുക്കില്ലാത്ത ചിലതൊക്കെ അവർക്ക് ലഭിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കാതെ ഇത് കിട്ടുകയില്ല, ദൈവം അനുവദിക്കാതെ നടക്കുകയില്ല. അതുകൊണ്ട് നമ്മളിതിനെ ടെൻഷൻ പിടിക്കുന്നത് ദൈവമല്ലേ കൊടുത്തത് അല്ലേ? ദൈവമല്ലേ അനുവദിക്കുന്നത്? ദൈവം കൊടുത്തൊരു കാര്യത്തിനെതിരെ നമ്മൾ വെറുതെ ചിന്തിച്ചിട്ട് എന്നാ കാര്യം? അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ ദൈവം ഓക്കെ
ദൈവം കൊടുത്തുകൊണ്ടാണല്ലോ കിട്ടിയത് അല്ലേ? അപ്പോൾ ദൈവത്തിനെതിരെയാണ് പലപ്പോഴും നമ്മുടെ എല്ലാ. അപ്പം അസൂയ അങ്ങോട്ടാണ്, മനുഷ്യനെതിരെയാണ് പോലും കൊള്ളുന്നത് ദൈവത്തിനെതിരെ എന്നൊക്കെ പറയുന്ന ചില സ്ഥിതിവിശേഷങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് എന്നാ വെച്ചാൽ ദൈവം നമുക്ക് തന്നതിനെക്കുറിച്ച് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. മറ്റുള്ളവർക്ക് ദൈവം കൊടുക്കുന്നതിനെ ഓർത്ത് ദൈവമാണല്ലോ കൊടുത്തതെന്ന് ഓർത്ത് നന്ദിയുള്ളവരായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ചിന്ത വന്നപ്പോൾ തന്നെ ദൈവം കൊടുത്താൽ അത് കിട്ടുകയില്ല. അവൻ എത്ര പരസ്യപ്പെടും കാര്യമില്ല, ദൈവം കൊടുക്കുക അത് കിട്ടുകയില്ല. പിന്നെ തീർന്നില്ല, പിന്നെ എന്താ ടെൻഷൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഈ വചനം നമുക്ക് ഇന്നിപ്പോൾ ഇന്നത്തെ ടോക്കിൽ ആ സഹോദരി പറഞ്ഞ പോലെ വചനമൊക്കെ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഉച്ചത്തിൽ സ്തുതിക്കാം. കുഞ്ഞുങ്ങളെ കരങ്ങളെടുത്ത് സ്തുതിച്ചോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് ചെറുതും മരുന്നുമായ അസൂയയുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഓരോ ജീവിതങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതകരമായി അവിടുന്ന് ഈ ഒരു വചനം പല പ്രാവശ്യം വായിച്ചും ധ്യാനിച്ചും അസൂയയുടെ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ വേര് പറഞ്ഞ പോലെ ഇട്ടുവരട്ടെ. കർത്താവെ, വളർത്തുന്ന ഉയർത്തുന്ന ദൈവമാണ്, മനുഷ്യനല്ല. കിഴക്കുന്ന പടിഞ്ഞാറെന്നല്ല ഉയർച്ച വരുന്നത്, ദൈവത്തിൽ നിന്നാണ് ഉയർച്ച വരുന്നത്. കർത്താവ്, അതുകൊണ്ട് എല്ലാം കൊടുക്കുന്ന ദൈവമാണെന്നുള്ള ചിന്ത ശക്തമായി വരട്ടെ. കർത്താവ്, ഞങ്ങൾക്ക് തരുന്നതും ദൈവമാണ്. കർത്താവ്, എല്ലാം ദൈവമാണ്. അപ്പോൾ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് നാളുകളായിട്ട് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ചില പ്രതിസന്ധികളിലൂടെ പോയപ്പോൾ പ്രാർത്ഥന മുടങ്ങിപ്പോയി. അത് ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും കർത്താവ് ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മ പ്രവർത്തിക്കട്ടെ. വീണ്ടും പ്രാർത്ഥിക്കുക തിരിച്ചു വരട്ടെ. കർത്താവ്, ഇതേപോലെ അനേകർക്ക് ടോക്കുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്നവർ കർത്താവ് കൂടുതൽ ശക്തി നിറയട്ടെ. ആത്മാക്കളെ നിനക്ക് കൃപ ലഭിക്കട്ടെ. അങ്ങനെയുള്ളൊരു തടസ്സങ്ങളെല്ലാം വിട്ടുപോട്ടെ. കർത്താവിനും കർത്താവിൻ്റെ കൃപയുടെ വചനത്തിൽ ഞാൻ നിങ്ങളെ പ്രതിഷ്ഠിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.